വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്ര ചക്രതീർത്ഥകുളത്തിന് സമീപത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദുർഗന്ധം മൂലം മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥയാണ്. ക്ഷേത്രകുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുളത്തിലെ വെള്ളം പുറത്തേക്കൊഴുകി കടലിലേക്ക് പോകുന്ന തണ്ണീർത്തടത്തിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വാഹനത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി ഭക്തജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ലോകപ്രസിദ്ധമായ നമ്മുടെ വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ ചക്രതീർത്ഥക്കുളം ഭക്തരെല്ലാം വളരെ പരിപാവനമായി കാണുന്ന നമ്മുടെ ഈ ചക്രതീർത്ഥക്കുളത്തിന് സമീപം കുളത്തിന് പടിഞ്ഞാറ് വശം ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ഈ കക്കൂസ് മാലിന്യം ആണെന്ന് സംശയിക്കുന്ന അതിരൂക്ഷമായ ഗന്ധത്തോടെ ഉള്ള കുറച്ച് വേസ്റ്റ് നമ്മുടെ ചക്രതീർത്ഥക്കുളത്തിന്റെ വാൽവ് തുറന്നു വിട്ടാൽ ആ വെള്ളം നമുക്ക് പോകുന്നത് കടലിലേക്കാണ്. ആ വാൽവ് തുറന്നു വിടുമ്പോൾ പോകുന്ന ആ ഭാഗത്ത് ആണ് ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് രാവിലെ ഇവിടെ കുളത്തിൽ കുളിക്കാൻ വന്ന ഭക്തജനങ്ങളാണ് ഈ ദുർഗന്ധം എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു മാലിന്യ കൂമ്പാരമാണ്. ഇത് അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ ഈ പരിസരത്ത് മൊത്തം ഉള്ളത്. ഇത് കൊണ്ടിട്ടത് ഈ രാത്രിയുടെ മറവിൽ കൊണ്ടിട്ട ഏത് സാമൂഹ്യവിരുദ്ധരായാലും അവരെ പിടികൂടുന്നതിനുള്ള നടപടികൾ നമ്മുടെ ദേവസ്വം ബോർഡും മുനിസിപ്പാലിറ്റിയും പോലീസും ഒരുമിച്ച് കണ്ടുപിടിച്ച് ഇനി മേലിൽ ആവർത്തിക്കാത്ത രീതിയിലും അവർ ഇപ്പം ഈ ഒരു ക്രൂര കൃത്യം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ നിരവധി ഭക്തരും തീർത്ഥാടകരുമാണ് പരിപാവനമായ ക്ഷേത്രകുളത്തെ ആശ്രയിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ ഉടൻ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. ഇത് കാണിച്ചേക്കുന്ന പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് ആര് കാണിച്ചാലും ശരി തന്നെയാണ്. നമ്മൾ ഭക്തജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ഇത് ഈ നിരവധി ഭക്തജനങ്ങൾ വന്ന് കുളിക്കുന്ന ഒരു ക്ഷേത്രകുളമാണ്. ആ ക്ഷേത്രകുളത്തിന്റെ പരിസരത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നത്. അതും കക്കൂസ് മാലിന്യം. അത് വന്ന് കണ്ടാൽ എന്താ പറയാ, സ്മെല്ലടിച്ചിട്ട് അതിന്റെ അടുത്തോട്ട് പോലും പറ്റാത്ത അവസ്ഥയാണ്. അത് സാമൂഹ്യ ആര് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരി തന്നെ അത് ഭക്തജനങ്ങൾ അതിനെതിരെ നല്ല ശക്തമായിട്ടൊരു പ്രതിഷേധം മുന്നോട്ട് പോകും. അതിന് ഈ അധികാരികൾ വേണ്ട നടപടി എടുത്തിരിക്കണം, തീർച്ചയായിട്ടും എടുത്തിരിക്കണം. നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞു. ഞങ്ങൾ വന്ന് അറിയിച്ചു. ഞാനിവിടെ വന്ന് നോക്കി, ഇത് സത്യമാണെന്ന് ബോധ്യമായി പോലീസിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ്. അവർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി. മത്സ്യവില്പന കഴിഞ്ഞെത്തുന്ന കച്ചവടക്കാരും ക്ഷേത്രകുളത്തിൽ മത്സ്യവില്പനയ്ക്ക് ഉപയോഗിക്കുന്ന പെട്ടികളും കഴുകി വൃത്തിയാക്കുന്നതും പതിവ് കാഴ്ചയാണെന്നും ഇവർ സൂചിപ്പിക്കുന്നു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.